10 മിനിറ്റിൽ കുറവ് സമയത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സേമിയ ഉപ്മാവ്. ഇപ്പോൾ സേമിയ ഉപ്മാവ് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് സേമിയ ഉപ്മാവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സേമിയ ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ മൈമ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് സേമിയാണ്. മെഷറിംഗ് കപ്പിൽ അളന്ന് എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സേമിയ ഉപ്മാവിന് ഫ്രൈയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് കുഴഞ്ഞിരിക്കും. 1 ടേബിൾ സ്പൂൺ നെയ്യ്, അതിനൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒക്കെ ഉപയോഗിക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ യൂസ് ചെയ്തേക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് സേമിയ ചേർക്കാം. 2 കപ്പ് സേമിയ ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ചൂടാക്കിയെടുക്കുക. സേമിയ ഇവിടെ ഞാൻ റോസ്റ്റ് ചെയ്തു. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സേമിയ വറുത്ത സെയിം പാൻ ഒന്നുകൂടെ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് നെയ്യോ അതിന് പകരം എണ്ണയോ ഉപയോഗിക്കാം. ആദ്യം കുറച്ച് കപ്പലണ്ടി, ഇത് വറുക്കാത്ത കപ്പലണ്ടിയാണ്, ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടിയോ കാഷ്യൂ നട്ട്സ് ഒക്കെ നല്ലതാണ്. വറക്കുന്നത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ, എണ്ണ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കി എടുത്താലും മതി, ഒന്ന് റോസ്റ്റ് എടുത്താലും മതി. അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴും പീനട്ട്സ് റോസ്റ്റഡ് ആയിട്ട് കിട്ടും. ഇവിടെ ഫ്രൈഡ് ആയി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. ഒരു 1/2 ടീസ്പൂൺ കടുക്, അതിനൊപ്പം തന്നെ ഒരു 2-3 ഉലുവയുടെ കഷ്ണം ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ. ഉഴുന്നൊരു 1/4 ടീസ്പൂൺ. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി 2 ടീസ്പൂൺ. അതേപോലെ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് 2 അത് എരിവ് കണക്കാക്കി ഇടുക. ഉണക്കമുളക് 2. സവോള ഒരു വലുത്. ഇതെല്ലാം കൂടെ വഴറ്റുക. സവോള ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ വേണം വഴറ്റിയെടുക്കാൻ. സവോള ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇടാം. ക്യാരറ്റിന് കൂടാതെ നമുക്ക് ബീൻസ് ഇടാം, ഗ്രീൻ പീസ് ഇടാം, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ഇപ്പോൾ സ്കൂളിൽ ടിഫിൻ ബോക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടും. എപ്പോഴും വെജിറ്റബിൾസ് ഒക്കെ കൂടുതലിട്ട് രുചിയാക്കി കൊടുക്കാം. ഇച്ചിരി ഹെൽത്തിയർ ഓപ്ഷനാണല്ലോ. ഞാൻ ഇവിടെ ക്യാരറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇപ്പോൾ ക്യാരറ്റും കുക്കായി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർക്കാം. ഒരു 2.25 കപ്പ് വെള്ളം ചേർത്തു. 2 കപ്പിനാണ്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. ഞാനിപ്പോൾ 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക. നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം വെള്ളത്തിന്. ഇത് 2-3 മിനിറ്റ് കിടന്ന് ബോയിൽ ചെയ്യണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടെ വേണമെന്ന് തോന്നി. 2 മിനിറ്റോളം കിടന്ന് തിളയ്ക്കുകയായിരുന്നു. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന സേമിയ ചേർക്കാം. നമ്മൾ ആ 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ആ സമയത്ത് കുറച്ച് വെള്ളം പറ്റും. അത് കണക്കാക്കിയാണ് നമ്മൾ വെള്ളം എടുത്തേക്കുന്നത്. ഈ സേമിയ വേവണം.
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക. ഇനി അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ തീ കുറച്ച് 4 മിനിറ്റോളം അടച്ചു വെച്ചേക്കായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയും കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയാൽ വെള്ളം എല്ലാം ഡ്രൈ ആണ്. അപ്പം നമ്മൾ കാണുമ്പോൾ ഇച്ചിരി കുഴഞ്ഞ പോലെ ഇരിക്കും. ഇതിങ്ങനെ തന്നെ അടച്ചു വെക്കുക. ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെക്കുക. ഫോർക്ക് വെച്ച് ഇളക്കാം. ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. 10 മിനിറ്റോളം മാറ്റി വെച്ചേക്കായിരുന്നു. ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം സെർവിങ് ബോളിലേക്ക് മാറ്റാം. പിന്നെ അതൊക്കെ 2 ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടാനായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ വെള്ളമൊക്കെ ഒട്ടും ഇല്ലാണ്ട് വിട്ട് കിട്ടുന്നുണ്ട്. ഇതിനകത്തേക്ക് തേങ്ങാപ്പീര, ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 1/3 കപ്പ്, 1/3 കപ്പാണ് ചേർത്തേക്കുന്നത്. 1/2 കപ്പോ 3/4 കപ്പോ ഒക്കെ ചേർക്കാം. കൂടാതെ കുറച്ച് പീനട്ട്സ്, 1/4 കപ്പ് പീനട്ട്സ് ആണ്. കുറച്ച് മേലെ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റുകയാണ്. ബാക്കി കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് പീനട്ട്സും കൂടി ഇടാം. ഇവിടെ ഞാനൊരു 1/4 കപ്പ് കപ്പലണ്ടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. കപ്പലണ്ടിക്ക് പകരം നിങ്ങൾക്ക് കാഷ്നട്ട്സോ ആമണ്ട്സോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 1/4 കപ്പിന് പകരം കൂടുതൽ കപ്പലണ്ടിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെങ്കിലും ഇടാം. 1/2 കപ്പ് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഓരോ സ്പൂണിലും നമുക്ക് കുറച്ച് കപ്പലണ്ടി കിട്ടുന്ന പോലെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒരു ആവശ്യമില്ല, ഒരു അക്കമ്പനിമെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഇത് വേണമെങ്കിൽ മാത്രം പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയുടെ കൂടെയോ കഴിക്കാം, അല്ലെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാം. നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇറച്ചിയുടെ കൂടെ കഴിക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.